Hello everyone, welcome to Chinu Sweets and Spicy World. Handmade is hard made. നമ്മൾ സാധാരണ അമ്മമാർ ഫുഡ് ഉണ്ടാക്കി തരുമ്പോഴാണെങ്കിലും പ്രിയപ്പെട്ടവർ ആരെന്ത് ചെയ്തു തരുമ്പോഴാണെങ്കിലും ഹാൻഡ് മെയ്ഡ് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി തരുന്നത് എപ്പോഴും ഹൃദയത്തിൽ ഏറ്റവും പറ്റിച്ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അത്രയും മനോഹരമായിട്ട് അത്രയും ഫുഡാണെങ്കിൽ ടേസ്റ്റി മറ്റു പല ആർട്ട് വർക്കുകളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് കണ്ണുകൾക്ക് അത്രമേൽ മനോഹാരിത അത്രമേൽ ആകർഷണീയത തരുന്ന രീതിയിലുള്ളതായിരിക്കും. ഈ ഞാനിപ്പോൾ പറഞ്ഞ ഫ്രേസ് എന്നോട് പറഞ്ഞത് മറ്റാരുമല്ല, പ്രിയ ക്ലേ ഹാർട്ടാണ്. ക്ലേ ഹാർട്ട് എന്ന് പറയുന്ന ഒരു സംരംഭം നടത്തുന്ന പ്രിയ എന്ന് പറയുന്ന കുട്ടി. ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ തന്നെ പഠിച്ചു പോയൊരു കുട്ടിയായിരുന്നു എന്ന്. വളരെയധികം എന്താ പറയുക, കലാപരമായിട്ട് ഇതിന് പ്രത്യേകം നമ്മൾ എപ്പോഴും പറയും പാട്ടുകാരെന്ന് പറഞ്ഞാൽ നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ളവരാണെന്ന്. ആ കഴിവ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളവരാണെന്ന് പറയും. വളരെ നല്ല എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ നന്നായി നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുന്നത് ചെറിയ കുട്ടിയൊക്കെ ആയ സമയത്ത് കുട്ടിയെ നോക്കുന്നതിൻ്റെയും കൂടെ ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് അതിൽ നിന്ന് മാറി നിന്നതാണ്. പക്ഷെ ആ സമയത്താണ് അവൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു മനോഹരമായ ആർട്ട് ജ്വല്ലറികൾ ഉണ്ടാക്കുന്നതിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ സത്യത്തിൽ എനിക്ക് തോന്നി പഠിപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടാലന്റ് വേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ കഴിവ് വേണം. പക്ഷെ നമുക്കത് പ്രാക്ടീസിലൂടെ നമുക്ക് വീണ്ടും 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 അതിനെ നല്ല പരിപോഷിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആർട്ട് ജ്വല്ലേഴ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇൻബോൺ ആയിട്ടുള്ള ടാലന്റ് വേണം. അപ്പൊ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ഇതിൽ ഞാൻ ആദ്യമേ പറയട്ടെ, എനിക്ക് അവളെ സത്യം പറഞ്ഞാൽ വീഡിയോയിൽ കൊണ്ടുവരണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം അവൾ വയനാടാണ്. വയനാട് മാത്രമല്ല, വയനാട് നിന്ന് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന വേറൊരു സ്ഥലത്ത് കൂടിയാണ്, നോർത്തിൽ എവിടെയാണ്. അപ്പോൾ എനിക്ക് നേരിട്ട് അവളെ കൊണ്ടുവരാൻ സാധിക്കില്ല, ഇപ്പോൾ ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷെ അവളുടെ കുറേ ബ്യൂട്ടിഫുൾ കളക്ഷൻസും ഒക്കെ എനിക്കതിൽ കാണിക്കാൻ പറ്റും. കാരണം ഇത് ഞാൻ അറിയുന്നത് എൻ്റെ വേറൊരു സ്റ്റുഡൻറ്റ് അവള് ഒരു കൊളാബ് ചെയ്ത സമയത്ത് എനിക്ക് അയച്ചു തരികയാണ്, ടീച്ചർ ഇതൊന്ന് ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അയച്ചു തന്നപ്പം അതിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രിയയുടെ ഒരു തെയ്യം, ഒരു ആർട്ട് ജ്വല്ലറി കാണുന്നത്. സത്യം പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എൻ്റെ നമ്പര് എൻ്റെ ഫേസ്ബുക്ക് കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. എൻ്റെ നമ്പര് ഞാൻ എൻ്റെ മറ്റേ സ്റ്റുഡൻറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യണമെന്ന് ഞാൻ അതിനിടയിൽ കമൻറ്റ് ഇടുകയാണ് ചെയ്തത് പ്രിയയുടെ ഫേസ്ബുക്ക് പേജിൽ. അങ്ങനെ എനിക്ക് ചെയ്ത് പറഞ്ഞു. അതിനുശേഷം എനിക്ക് നല്ല മനോഹരമായിട്ട് നമ്മൾ ഏത് രീതിയിൽ പറയുന്നു ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തു തരും. അതും എന്താ പറയുന്ന കസ്റ്റമറുടെ മനസ്സറിഞ്ഞ് ആ രീതിയിൽ പെർഫെക്ഷനായി ചെയ്തു തരും എന്നുള്ളതാണ്. ഒരുപാട് എന്താ പറയുക സൈറ്റുകളിൽ നിന്നൊക്കെ ഞാൻ ഇതുപോലത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ജ്വല്ലറി പീസസ്. അപ്പം ചെയ്യിച്ച് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എനിക്ക് ചിലരിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെന്നല്ല, ഇത് നമ്മൾ പറയുന്നത് എങ്ങനെയോ അതുപോലെ ചെയ്തു തരും. മനോഹരമാണ്. ടെറാക്കോട്ട ജ്വല്ലറി, റെസിൻ ആർട്ട്, ഫാബ്രിക് ജ്വല്ലറി, കളിമണ്ണ് കൊണ്ടുള്ള ആഭരണങ്ങൾ ഒക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് പ്രിയ വളരെ മനോഹരമായിട്ട് ചെയ്തു തരും കേട്ടോ. കസ്റ്റമൈസ് ചെയ്യാം നമുക്ക്. നിറമാണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഈവൻ ബഡ്ജറ്റ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ കളിമണ്ണ് ഉപയോഗിച്ച് ജ്വല്ലറികൾ ചെയ്തു തരും. സസ്റ്റൈനബിൾ ഫാഷൻ എന്ന സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ടെറാക്കോട്ട ജ്വല്ലറി എന്ന് കഴിഞ്ഞ ദിവസം പ്രിയ സംസാരിച്ച് പറയുണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ സ്വർണ്ണവിലയൊക്കെ കുതിച്ചു വരുമ്പം അതിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഇപ്പൊ ടെമ്പിൾ ജ്വല്ലറി, വർക്ക് വെയർ തുടങ്ങി ആഭരണങ്ങളും കസ്റ്റമൈസ് ചെയ്തെടുക്കാം. മാല, വള, കമ്മല്, മൂക്കൂത്തി, ആംഗ്ലറ്റ്, ഹെയർ ക്ലിപ്പ് തുടങ്ങി എന്ത് വേണമെങ്കിലും പ്രിയയോട് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്തു തരും. പിന്നെ റെസിൻ ആർട്ട് എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് റെസിൻ ആർട്ട് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായെന്നിരിക്കില്ല. പക്ഷെ എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ വളരെ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവളുടെ പൊക്കിൾക്കൊടി അത് ഇങ്ങനെ കിട്ടി കഴിയുമ്പോഴേക്കും അതൊന്ന് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയെങ്കിൽ. എൻ്റെ എൻ്റെ അടുത്തുണ്ട്. ഞാനത് തീർച്ചയായിട്ടും പ്രിയയുടെ കൈ കൊടുത്ത് അത് ചെയ്തെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. റെസിൻ ആർട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ ഓർമ്മകളെ എന്നേക്കുമായിട്ട് പ്രിസർവ് ചെയ്യാം. അതും ഒരു ഡെക്കർ പീസായോ അല്ലെങ്കിൽ ജ്വല്ലറി ആയോ ഒക്കെ മാറ്റി നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതും നമുക്ക് പ്രിയപ്പെട്ട എന്തും, അതായത് കല്യാണത്തിന്റെ മാലയാവാം, മക്കളുടെ ഒക്കിൾക്കൊടി ആവാം, അതല്ലെങ്കിൽ മുടി, പല്ല്, അതുപോലെ തന്നെ പെറ്റ്സിന്റെ അതുപോലെ ഈവൻ ബ്രസ്റ്റ് മിൽക്ക് പോലും ഒരു അമ്മയ്ക്ക് ഓർമ്മയായിട്ട് സൂക്ഷിക്കാനായിട്ട് ഒരു ജ്വല്ലറി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബ്രസ്റ്റ് മിൽക്ക്, പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ഒക്കെ ചെയ്തെടുക്കാം. ഇതെല്ലാം അവള് ചെയ്തു തരും. പ്രിയ വളരെ മനോഹരമായിട്ട് ചെയ്തു തരും. അതുപോലെ തന്നെ റിയൽ ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട് ഉള്ള ഫ്രെയിംസ് വെച്ചിട്ട് ഉള്ള എന്താ പറയുക, നമ്മുടെ ഫോട്ടോസിനെ റിയൽ
ഫ്ലവേഴ്സ് വെച്ച് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് വെച്ച് നല്ല ഓർണമെന്റ്സും ചെയ്തു തരുന്നുണ്ട്. റിയൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ജ്വല്ലറിയും ചെയ്തു തരും. പിന്നെ മനോഹരമായിട്ട് പറയാനുള്ള ഫാബ്രിക് വെച്ചിട്ടുള്ള ജ്വല്ലറിയാണ് കേട്ടോ. നല്ല മനോഹരമാണ് തുണി വെച്ചിട്ടുള്ള ആഭരണങ്ങൾ. അത് ഏത് ഇഷ്ടമുള്ള നിറത്തിൽ, മൾട്ടി കളർ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നിറത്തിൽ കമ്മലും മാലയും വളയും ഒക്കെ ആയിട്ട് ലഭിക്കും. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും അവളുടെ പ്രിയയുടെ, അവളെന്ന് പറഞ്ഞ എൻ്റെ കുട്ടിയാണ്, എൻ്റെ സ്റ്റുഡൻസിൽ പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പ്രിയയുടെ വാട്സപ്പ് നമ്പരും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ID, ഇൻസ്റ്റ ID ഒക്കെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതാണ്. ഇപ്പം എനിക്ക് പ്രിയയെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സാധിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ഒരുപാട് വൈകാതെ ഞാൻ തീർച്ചയായിട്ടും പ്രിയയായിട്ട് നേരിട്ട് അവൾ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതാണ്. റെസിനാണെങ്കിലും ടെറാക്കോട്ട ജ്വല്ലറി ആണെങ്കിലും എല്ലാം ചെയ്യുന്ന എന്താ പറയുക, പ്രിയയുടെ സാന്നിധ്യത്തിൽ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു പേജിൽ കയറി നോക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ റെസിൻ ആർട്ട് ആണെങ്കിലും ജ്വല്ലേഴ്സ് ആണെങ്കിലും ഒരുപാട് പേർക്ക് ഇന്നിങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനത്തെ ജ്വല്ലേഴ്സ് ഒക്കെ ക്ലേ ആണെങ്കിലും അതുപോലെ തന്നെ ആൻറ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ പേജിൽ കയറി നോക്കുക. വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ മനസ്സറിഞ്ഞ് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തു തരും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്